എല്ലാവർക്കും ക്ലബ് മലയാളത്തിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രുചികരമായ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എഗ് മസാല. എഗ് മസാല നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ടാവും. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സാക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, ഒന്ന് കുക്ക് ചെയ്യാൻ എടുക്കണം ഏത് ഓയിൽ. ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ 5 മുട്ടയാണ് എടുത്തിരിക്കണേ. അത് ഇട്ട് കൊടുക്കാം. പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. പുഴുങ്ങിയിട്ട് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുട്ടയൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. പുഴുങ്ങിയ മുട്ടയുടെ മുകളിൽ ഞങ്ങൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ആക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ആക്കാം. മുട്ട നമ്മളിപ്പോൾ 30 സെക്കൻഡോളം നമ്മൾ ആ പാത്രത്തിൽ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചൂടായ എന്നത് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ, മുളക് കരിയാതെ നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി ശരിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഒരു കഷ്ണം കറുവപ്പട്ടയും 2 ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 പച്ചമുളക് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പച്ചമുളകൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ 3 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഗ്രേവി നല്ല കട്ടി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സവാള ഇനിയും കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സാക്കാം. അധികം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിത് വീണ്ടും ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ അതേ കുറേശ്ശെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. തക്കാളിയും സവാളയും എല്ലാം ഒന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. അതിനായിട്ട് നമുക്ക് ഈ സവാളയും തക്കാളിയും ഇതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് മസാലക്കൂട്ട് ശരിയാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് മസാല വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ സവാളയും തക്കാളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് മസാലയിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടി നമുക്ക് ഇതിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മസാലയിലേക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയും സവാളയും കൂടി എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും കൂടി മിക്സായി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പുളി ചേർത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം മതി. നല്ലോണം ഇളക്കി ഒന്ന് തിളച്ച് ഒന്ന് കുറുതായി വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കിത് ഒരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് വെള്ളം കൂടുതൽ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മസാല ഇതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. പുളിപ്പൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയുടെ മുകൾ ഭാഗം ഒന്ന് വരഞ്ഞിട്ടുണ്ട്, കണ്ട അപ്പോൾ മസാലയൊക്കെ ശരിക്ക് ഉള്ളിലേക്ക് കയറും. ഇപ്പോൾ നല്ല മുട്ട റോസ്റ്റ് ശരിയായിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള മുട്ട റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. പുളിയും ആ ശർക്കരയുടെ ടേസ്റ്റൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.